അസംബന്ധങ്ങളും കുത്തിത്തിരിപ്പുകളുമായി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങി നിൽക്കുകയാണ് CPM. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഓരോരോ നേതാക്കന്മാരെയും മന്ത്രിമാരെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വർഗീയ ലക്ഷ്യത്തോടെയുള്ള പരാമർശങ്ങൾ നടത്തിക്കുകയാണ്. ബാലന്റെ മാറാടിന് ശേഷം ഇപ്പോൾ സജി ചെറിയാനെ ഇറക്കിയിരിക്കുകയാണ്. എന്നാൽ ഷാഫി പറമ്പിൽ കണക്കിന് കൊടുക്കുന്നുണ്ട് ഈ സജി ചെറിയാനും CPM കുത്തിത്തിരിപ്പുകാർക്കും. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ പേരും മതവും നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് സജി ചെറിയാൻ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ശൈലിക്ക് സമാനമാണെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞുവെച്ചു. ഭരണഘടനാ വിരുദ്ധമായ ഇത്തരമൊരു പ്രസ്താവന ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നും സജി ചെറിയാൻ ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടും അത് തിരുത്താനോ തള്ളിക്കളയാനോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിട്ടില്ല എന്ന സത്യത്തെയും ഷാഫി ഊന്നിപ്പറയുന്നു. പ്രസ്താവന തിരുത്താത്ത പക്ഷം വാക്ക് സജി ചെറിയാന്റേതാണെങ്കിലും ചിന്ത മുഖ്യമന്ത്രിയുടേതാണെന്ന് ജനങ്ങൾ കരുതുമെന്ന് ഷാഫി പറയുന്നു. സജി ചെറിയാൻ മാത്രമല്ല, പഴയ മുറിവുകൾ കുത്തിത്തുറന്ന് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് CPM നേതാക്കൾ ശ്രമിക്കുന്നതെന്ന് ആരോപിക്കുകയാണ് ഷാഫി. BJP നേതാക്കളെക്കാൾ വർഗീയത ഇപ്പോൾ CPM നേതാക്കൾ പറയുന്നുണ്ടെന്നും ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഭരണം നിലനിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും വെട്ടിത്തുറന്ന് പറയാൻ ഷാഫി മടിച്ചില്ല. സകല സഖാക്കന്മാർക്കും കണക്കിന് കൊടുത്താണ് ഷാഫി മൈക്ക് പോയിന്റ് വിട്ടത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. ഒരു മന്ത്രി എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ജയിച്ചവരുടെ മതം നോക്കിയാൽ, പേര് നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന്. നിങ്ങൾ ആലോചിക്കണം, സമരം നടത്തുന്നവരുടെ വസ്ത്രം നോക്കിയാൽ ആളെ പിടികിട്ടുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ അതേ ഭാഷയും അതേ ശൈലിയും അതേ ആശയവും ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ മതി എന്ന് പറയുന്ന സജി ചെറിയാനിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഈ ഗവൺമെന്റ് ആലോചിക്കുന്നത്? അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞപ്പോ, അധികാരം നഷ്ടപ്പെടുമെന്നുള്ള ബോധം വന്നപ്പോ, വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് എടുത്തിട്ട മീനിനെ പോലെ പടക്കുന്ന മന്ത്രിമാർ തുപ്പുന്ന വിഷത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ ഐക്യത്തെ തല്ലിക്കെടുത്താൻ ഒരാൾക്കും സാധിക്കില്ല എന്ന് ഈ നാട്ടിലെ മതേതര സമൂഹം, ജനാധിപത്യ സമൂഹം ഒന്നായി എഴുന്നേറ്റെന്ന് പറയേണ്ട കാലം ഒരു മന്ത്രി ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് തന്റെ മുമ്പിൽ വരുന്ന ജനതയുടെ മുമ്പിൽ വിവേചനമില്ലാതെ തന്റെ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് പ്രസംഗിച്ച് അധികാരമേറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റൊരു മന്ത്രിയാണ് പറയുന്നത്, ജയിച്ചു വന്നവരുടെ ചില ജില്ലകളിലെ പേര് നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത്. നിങ്ങൾ ആലോചിക്കണം, അത്ര വൃത്തികെട്ടൊരു പ്രസ്താവന ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി, ആ മന്ത്രി കേരളത്തിൽ ഒരു CPM-കാരന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രസ്താവന നടത്തിയിട്ട് അതൊന്ന് തിരുത്താൻ, അതല്ല തന്റെ സർക്കാരിന്റെ നയമെന്ന് പറയാൻ, അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറയാൻ, ഒന്ന് താക്കീത് ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മനസ്സില്ലെങ്കിൽ വാക്കും ശബ്ദവും സജി ചെറിയാന്റെ ആണെങ്കിലും ചിന്ത പിണറായി വിജയന്റേതാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ കൺക്ലൂഡ് ചെയ്യുമെന്ന കാര്യത്തിന് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ? ഇതുവരെ തിരുത്തിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതുവരെ തിരുത്തിയിട്ടുണ്ടോ? അതിന്റെ തൊട്ട മുമ്പ് AK ബാലന്റെ പ്രസ്താവന എന്തായിരുന്നു? AK ബാലന്റെ പ്രസ്താവന? കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കുമെന്നാ AK ബാലൻ പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ കേരളത്തിന്റെ ജനങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന മുറിവുകളെ അതിനെ മാന്തി പുണ്ണാക്കി വീണ്ടും മുതലെടുപ്പ് നടത്താൻ CPM-ന്റെ നേതാക്കന്മാർ വരിവരിയായി നിന്ന് പ്രസ്താവന നടത്തുകയാണ്. ഇപ്പൊ BJP ആകെ കൺഫ്യൂസ്ഡ് ആണ്. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം വർഗീയത നല്ലോണം പറയുന്നത് BJP-യേക്കാൾ CPM നേതാക്കന്മാർ വർഗീയത പറയുന്നു. മന്ത്രിമാർ തന്നെ എഴുന്നേറ്റ് നിന്ന് വർഗീയത പറയുന്നു. ഇനി എന്ത് കുത്തിത്തിരിപ്പ് കൊണ്ട് ഇറങ്ങണമെന്ന് അവർ ആലോചിച്ചിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഇവിടെ മാറുകയാണ്. സഖാവെന്നും സംഘിയെന്നും വിളിക്കാൻ കഴിയാത്ത തരത്തിൽ, സംഘാവെന്ന് ചേർത്ത് വിളിക്കാൻ കഴിയാവുന്ന തരത്തിൽ ഇവര് പെരുമാറിക്കൊണ്ടിരിക്കുന്നതിനെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ അറിയുന്നില്ലേ, ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടുപ്പിച്ചിട്ടല്ലാതെ ഇനി ഭരണത്തിലേക്ക് ഒരു സ്വപ്നം പോലും കാണാൻ കഴിയില്ല എന്നവർ ധരിക്കുമ്പോ ആ തമ്മിലടുപ്പിക്ക എന്നുള്ള സ്വപ്നത്തെ അതിനെ വേരോടെ പിഴുതെറിയാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ അഴിമതികളെ, ഈ മേഖലയിൽ നമ്മൾ ചില ചോദ്യങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമുള്ളതായതുകൊണ്ട് അതിനെ മുഴുവൻ ഇനി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഇതാ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ. ഈ കഴിഞ്ഞ 19-ാം തീയതി കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ? കോടതി പറഞ്ഞിരിക്കുന്നത്, ഗവൺമെന്റ് അവിടെ അന്നത്തെ ദേവസ്വം ബോർഡ് എന്താ ചെയ്തിരിക്കുന്നു പറയുന്നത്, initiated a sense of false emergency. ആലോചിക്കണം,
തെറ്റായ ഒരു ധൃതിയും തിടുക്കവും ദേവസ്വം ബോർഡ് ഈ പറയുന്ന സ്വർണം കടത്താൻ കാണിച്ചത് എന്തിന് എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. അവിടുന്ന് കട്ടിളപ്പാളികൾ, അവിടുന്ന് നിങ്ങൾക്കറിയാം ദ്വാരപാലക ശില്പത്തിലെ സ്വർണം, അത് നവംബർ മാസം തൊട്ട് തന്നെ ഈ മകരമാസക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം അവിടെ വെച്ച് തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാമെന്നിരിക്കെ അവിടുന്ന് അത് എടുത്തു കൊണ്ടുപോകണമെന്നുള്ള വൃത്തികെട്ട ധൃതി നിങ്ങളറിയണം. കോടതിയുടെ വാക്കുകളാണ്. A false sense of emergency, അനാവശ്യമായ തിടുക്കം എന്തിനിവർ കാണിച്ചു എന്ന കോടതിയുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരവുണ്ടോ? അപ്പോഴാണ് വിദ്യാഭ്യാസ മേഖല ഇതുപോലെ തകർത്ത് തരിപ്പണമാക്കാൻ നേതൃത്വം നൽകിയ മന്ത്രിയും ബുദ്ധിജീവിയാണ് എന്ന് സ്വയം അഭിനയിച്ച് നടക്കുന്ന മന്ത്രിയും സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്തുകൂടെ എന്നാണ് മന്ത്രിസഭയിലെ അംഗങ്ങളായ ആളുകൾ കേരളത്തിന്റെ നിയമസഭയിൽ പറയുന്നത്. കടകംപള്ളി പോലും നേരിട്ട് വന്ന് പറഞ്ഞു അവരങ്ങനെ ബോധപൂർവം ഒരു കാര്യം ഈ കളങ്കപ്പെട്ട ആളുമായി ബന്ധപ്പെട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോഴാണ് രണ്ട് മന്ത്രിമാർ എഴുന്നേറ്റ് നിന്ന് നിയമസഭയിൽ പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഈ ഗവൺമെന്റിനെ പ്രിയമുള്ളവരും നിങ്ങൾക്കറിയാം, ആരുടെയും ഫോട്ടോ കൂടെ കണ്ടതിന്റെ പേരിലല്ല ഈ സ്വർണ്ണക്കൊള്ളയിലെ ആരോപണങ്ങൾ അവർക്ക് നേരെ UDF ഉന്നയിക്കുന്നത്. പക്ഷെ കോടതിയുടെ കണ്ടെത്തലുകളിലെ ഇൻവോൾവ്മെന്റിന്റെ പേരിലാണ്. വാസവനെ പോലെ കടകംപള്ളിയെ പോലുള്ള ആളുകൾ അവർ പത്മകുമാരനും വാസുവിനും അതുപോലുള്ള ആളുകൾക്കും കൊടുത്ത സംരക്ഷണത്തിന്റെ പേരിലാണ് പ്രശാന്തനെ പോലുള്ള ആളുകളെ ആ സ്ഥാനത്തിരുത്തി ഈ ധൃതി കൂട്ടാനുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഇതേ പോറ്റിക്ക് ഈ 2025 വീണ്ടും അയ്യന്റെ സ്വർണം പൂശാൻ, അതിനു വേണ്ടി അത് വിട്ടുകൊടുക്കാൻ ഉത്തരവിടാൻ ഇവർ കാണിച്ച ധൃതിയും തിടുക്കവും എന്തിനായിരുന്നു എന്ന് കോടതികൾ ചോദിക്കുന്നു. സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചിട്ട് പറഞ്ഞു ദൈവങ്ങളെ പോലും വെറുതെ വിടില്ലല്ലേ എന്ന് കോടതി ഈ ഗവൺമെന്റിനോട് ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ജനങ്ങളുടെ മുമ്പിൽ കയ്യോടെ പിടിക്കപ്പെട്ട ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇപ്പോ വർഗീയതയും കൊണ്ടിറങ്ങിയിരിക്കുകയാണ്, വിഭാഗീയതയും കൊണ്ടിറങ്ങിയിരിക്കുകയാണ്. ആളുകളെ തമ്മിലടിപ്പിക്കാൻ സർക്കാർ തന്നെ ഇറങ്ങിയിരിക്കുന്നു. ജനങ്ങൾ നിങ്ങളെ ചെകിട്ടത്തടിക്കുന്ന വിധിയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്ന കാര്യത്തിന് സംശയം വേണ്ട. അങ്ങനെ നിങ്ങൾ പറയുമ്പോ തീർച്ചയായിട്ടും ഇവിടെ പെൻഷന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഒരുപാട് പരാതികൾ ഈ അധ്യാപക മേഖലയിലെ ആളുകൾ ഇടപെടുന്ന പാഠപുസ്തകങ്ങളുടെ നിലവാര തകർച്ച, ചോദ്യങ്ങളിലെ ചോദ്യോത്തരങ്ങളിലെ പരീക്ഷകളിലെ ഈ പറയുന്ന സിലബസിലെ കരിക്കുലത്തിലെ എല്ലാം നിലവാര തകർച്ച ഇവിടെ ഉണ്ടാകുന്നു. കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾ ഇവിടെ പറയാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം തകർന്ന് തരിപ്പണമായി ജീവനം കൊണ്ടോടി ഇവിടുന്ന് കുട്ടികൾ രക്ഷപ്പെടാൻ കാത്തു നിൽക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും മാറിയിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടുകൊള്ളുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പിടിച്ചു നിന്ന് ഈ മേഖലയ്ക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തെ അതിന് KPCCയോ കേരളത്തിലെ കോൺഗ്രസോ UDFോ അതിനു നേരെ കണ്ണടക്കില്ല. നീതിയും ന്യായവും നടപ്പിലാവാൻ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളോട് നീതി പുലർത്താൻ കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകും. കേരളത്തിൽ ഒരു ഗവൺമെന്റ് നമ്മൾ ഉണ്ടാക്കും. അത് കേരളത്തിലെ ജനങ്ങളുടെ കൂടെ അനിവാര്യതയാണ്. അഴിമതിയിലും വർഗീയതയിലും കുളിച്ചു നിൽക്കുന്ന ഈ ഗവൺമെന്റിനെ അതിനെ തുരുത്താൻ തയ്യാറായി നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ആ ഉത്തരവാദിത്വം ഐക്യ ജനാധിപത്യ മുന്നണി ഏറ്റെടുക്കുന്നുവെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഇന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തെരുവിൽ ആയിരക്കണക്കിന് അധ്യാപകർ ഈ ത്രിവർണ്ണ പതാകയുമായി ഈ സമ്മേളന വേദിയിലേക്ക് കടന്നു വന്നത്. ഇവരുടെ മുതലാളിമാർ ചെയ്യുന്നതും എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മഹാത്മാവിന്റെ പേരിനെ മറക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ നാട്ടില് മറ്റൊരു ഗവൺമെന്റിനും ചിന്തിക്കാൻ കഴിയാത്ത വിപ്ലവകരമായ ഒരു പദ്ധതി ലോക സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലത്ത് ഇന്ത്യയിൽ 10,000-കണക്കിന് കോടി രൂപ ഇവിടുത്തെ സാധാരണ സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക്, അമ്മമാർക്ക്, ചേച്ചിമാർക്ക് അവർക്ക് ലഭ്യമാകുമെന്ന് ഉറപ്പുവരുത്തുന്ന ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു നിയമം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരുമ്പോ അതൊരു അവകാശമാക്കി ഇന്ത്യയിലെ ഗവൺമെന്റ്, UPA ഗവൺമെന്റ്, ഡോക്ടർ മൻമോഹൻ സിംഗും സോണിയാഗാന്ധി നേതൃത്വം നൽകിയ ആ UPA ഗവൺമെന്റ് മാറ്റിയപ്പോ അതിനെ പരിഹസിച്ചവർ, പുച്ഛിച്ചവർ, കളിയാക്കിയവർ, അധികാരത്തിൽ വന്നപ്പോ അത് കോൺഗ്രസിന്റെ പരാജയത്തിന്റെ സിംബലാണെന്ന് പറഞ്ഞവർ
അവരറിയണം. ഇന്നിപ്പോ അത് പേര് മാറ്റി അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരം വെക്കാവുന്ന ഒന്നും കൊണ്ടുവരാൻ നിങ്ങളുടെ 56 ഇഞ്ച് കൊണ്ട് സാധിക്കില്ല. കാരണം അതിന് തലയിൽ ആൾതാമസമാണ് ഉണ്ടാവേണ്ടത് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മഹാത്മാവിന്റെ പേരെടുത്ത് മാറ്റുകയാണ്. നിങ്ങൾ ആലോചിക്കണം, മഹാത്മാവിന്റെ പേരെടുത്ത് മാറ്റുക. രാജ്ഭവന് മുമ്പിലെ കോൺഗ്രസിന്റെ സമരത്തിൽ ആ വേദിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട ജനീഷ് പറഞ്ഞത്, എന്റെ അമ്മ 9 വർഷം തൊഴിലുറപ്പിന്റെ തൊഴിലാളിയായി ജോലി ചെയ്ത ഒരാളാണ്. അമ്മ ഇനി ആ പണിക്ക് പോണോ എന്ന് മകനെന്ന നിലക്ക് ഞാൻ ചോദിച്ചപ്പോ എനിക്കൊരു മരുന്ന് വാങ്ങാൻ, എന്റെ ഒരു കാര്യം നടത്താൻ ഞാൻ ഇനി ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ടതില്ല എന്ന് ആ അമ്മ പറഞ്ഞ മറുപടിയാണ് ഈ രാജ്യത്തെ കോടാനുകോടി പാവപ്പെട്ട സ്ത്രീകളെ അവരെ ഇത്രയും ശക്തരാക്കി മാറ്റിയത് എന്ന കാര്യത്തിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ആ നിയമത്തെ, ആ ആക്ടിനെ, ആ അവകാശത്തെ അതിനിപ്പോ ഒരു സ്കീമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. 60-40 ആക്കി മാറ്റാൻ ശ്രമിക്കുന്നു. പാവപ്പെട്ട കുട്ടികളുടെ LSS-ഉം USS-ഉം പോലും കൊടുക്കാത്ത ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ ഭരിക്കുമ്പോ എങ്ങനെയാണ് 2000 കോടി രൂപ ആ തൊഴിലുറപ്പിലെ അമ്മമാരുടെ കൂലി കൊടുക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയുക? ഇന്ത്യയുടെ പാവപ്പെട്ടവന്റെ സാമ്പത്തിക ഭദ്രതയെ അതിനെ കൊല്ലാൻ നരേന്ദ്രമോദിയും ഗവൺമെന്റും ശ്രമിക്കുന്നു. അവിടെയും വിഭാഗീയതയാണ് ആയുധം, അവിടെയും അഴിമതി, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഴിമതിയാണ് മാർഗം. അവിടത്തെ അതേപോലെ തന്നെ ഇവിടെയും ഒരു ഗവൺമെന്റിന്റെ പെരുമാറ്റം മാറുന്നു, അതിന്റെ നേതൃത്വം മാറുന്നു. എല്ലാ ധാരണകളും PMCയിൽ ഒപ്പിട്ടതുൾപ്പെടെയുള്ള എല്ലാ ധാരണകളും പരസ്യമായ ബാന്ധവമായി മാറുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM-കാർ ഉൾപ്പെടെ ഇറങ്ങി നിൽക്കാൻ പോകുന്നത് മോഡി പിണറായി കൂട്ടുകെട്ടിനെ തോൽപ്പിക്കാൻ ഒരു നല്ല സഖാവിന്റെ മുമ്പിൽ വോട്ടിംഗ് മെഷീൻ വന്നാൽ അവരും കുത്താൻ പോകുന്നത് ഐക്യജനാധിപത്യ മുന്നണിക്കായിരിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട.